പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരാളെ പറ്റിയും പൂർണ്ണമായിട്ട് അറിയാതെ ഒരു അഭിപ്രായം പറയാതിരിക്കുക. അത് ആരായാലും ശരി, ഞാനായാലും ശരി, നിങ്ങളായാലും ശരി. കാരണം വേറൊന്നുമല്ല, എന്നെ നിങ്ങൾക്കോ നിങ്ങളെ എനിക്കോ അറിയത്തില്ല. ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു അഭിപ്രായത്തിന് വാല്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നതെന്നും എനിക്കറിയത്തില്ല. കാരണം ഇതുകൊണ്ട് നിങ്ങളൊരു മോശം അഭിപ്രായം ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ഓക്കെ. ഒന്ന് ചെയ്ഞ്ഞാലേ മറ്റൊന്നിന് വളമാകുമെന്ന് പറയുന്നത് പോലെ നമ്മൾ ഇച്ചിരി മോശം കേട്ടാലും വേണ്ടിയല്ല, അവർക്ക് പ്രയോജനമുണ്ടല്ലോ, അവർ രക്ഷപ്പെട്ടു പോകുമല്ലോ, അങ്ങനെ ഞാൻ വിചാരിച്ചേനെമായിരുന്നു. അതില്ലാതെ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഒരാളെ അത്ര മോശക്കാരാക്കി സംസാരിക്കേണ്ട ആവശ്യം അവിടെ എന്താണെന്ന് അറിയത്തില്ല. കാരണം നിങ്ങളുടെ വീട്ടിലെ പെങ്ങന്മാരോ അമ്മമാരോ കൂടപ്പുറപ്പുകളോ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ തോന്നുമോ? ഒരിക്കലും തോന്നത്തില്ലല്ല. അവർക്ക് വിഷമം, അവരെ പറ്റി നമ്മൾ മോശം പറയില്ലെന്ന് വിചാരിക്കും. പിന്നെ എന്തിനാ മറ്റൊരു വീട്ടിലെ സഹോദരങ്ങളെ പറ്റി നിങ്ങൾ പറയാൻ നിൽക്കുന്നത്? അവർ നിങ്ങൾക്ക് സഹോദരങ്ങൾ തന്നെയല്ലേ, എന്തിനാ പറയാൻ നിൽക്കുന്നത്? പിന്നെ ഇതിപ്പോൾ ഞാൻ പറയുന്ന കുറേ അപവാദങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ. അപവാദങ്ങൾ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു പോയത്. എന്തിനാ ഈ അപവാദങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾക്ക് എന്നെ അറിയാവോ? അറിയാമെങ്കിൽ നിങ്ങൾ പറ. അറിഞ്ഞിട്ടാ പറയുന്ന, അറിയാവുന്ന ആളാ, അങ്ങനെ കണ്ണിന് കണ്ട ആളാന്നൊക്കെ പറ. ഓക്കെ, ഇതൊന്നും ഇല്ലാതെ വന്നിട്ട് അപവാദങ്ങൾ പറയുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം പിന്നെ ഞാനൊരു കമൻറ്റ് കണ്ടു, നീ വാ തുറന്നോ, നിൻ്റെ പല്ലിൻ്റെ നിര എന്താണ്, തെറ്റിയിരിക്കുകയാണെന്നോ കുറിയിരിക്കുകയാണെന്നോ. എന്നെ അടുത്ത് കണ്ടിട്ടുള്ള, എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ പല്ല് എത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് കിടപ്പുണ്ടെന്നുള്ള കാര്യം അറിയാം കേട്ടോ. പിന്നെ അത് പിന്നെ പോട്ടെ, ഞാനതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അപവാദം പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ എന്നെപ്പറ്റി ഒരു അപവാദം പറഞ്ഞാൽ ഞാൻ എന്നെപ്പറ്റിയല്ലേ പറയുന്നത്, ആ ഒരു ലെവലാവത്തല്ലേ ഉള്ളൂ. അല്ല, ഞാൻ കണ്ണിന് കാണുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയണ്ടേ? ഇത് ഇനി ആവർത്തിക്കാതിരിക്കുക കേട്ടല്ല. അതാരായാലും എന്നെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. ഓക്കെ.